സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുമായിട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് 2023 മെയ് 30 ട്യൂസ്ഡേ, അതായത് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എങ്ങനെയുണ്ട് നോക്കാം. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡോ ജോൺസ് റെഡിലാണ്, നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. S&P 500 നെസ്ഡാക്ക് ഇത് രണ്ടും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം FTSE CAC നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാക്സ് ആണെങ്കിൽ പോസിറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി നമ്മളെക്കാളും ഒരുപാട് ഉയരത്തിലാണ് ഇപ്പോൾ ട്രേഡ് 18,739 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് നൽകുന്നത്. അതുപോലെ ഇനി USD INR നോക്കുകയാണെങ്കിൽ 82.71 ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,598 നിന്നും 8 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,606 ഇന്ന് ആരംഭിച്ചത്. 18,662 ഡേ ഹൈയും 18,575 ഡേ ലോയും വന്നത് വഴി 86 പോയിന്റിൻ്റെ അഥവാ 0.47% മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. മിനിമം ഇൻട്രാഡേ ട്രേഡറിന് 1% മൂവ്മെൻറ്റ് ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണം. ഇന്ന് ആരംഭിച്ച 18,606 നിന്ന് 27 രൂപ ഇൻട്രാഡേ ലാഭത്തോടു കൂടി 18,633 ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തേക്ക് നിഫ്റ്റി 35 പോയിന്റിൻ്റെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച് 62,846 നിന്ന് 7 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 62,839 ഇന്ന് ആരംഭിച്ചത്. 63,036 ഡേ ഹൈയും 62,737 ഡേ ലോയും വന്നത് വഴി 298 പോയിന്റിന് അഥവാ 0.48% മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 62,839 നിന്ന് 129 പോയിന്റ് ലാഭത്തോടു കൂടി 62,969 ഇന്ന് സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തേക്ക് സെൻസെക്സ് 123 പോയിന്റിൻ്റെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ആരംഭിച്ചത് 12.3 ഡേ ഹൈ 12.38, ഡേ ലോ വന്നിരിക്കുന്നത് 11.77 എന്തായാലും 2.36% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 12.01 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 44,311 നിന്നും 35 പോയിന്റ് ഗ്യാപ് ഡൗണോട് കൂടി 44,277 ഇന്ന് രാവിലെ ആരംഭിച്ചത്. 44,498 ഡേ ഹൈയും 44,207 ഡേ ലോയും വന്നത് വഴി 291 പോയിന്റിൻ്റെ അഥവാ 0.66% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,277 നിന്ന് 159 പോയിന്റ് ലാഭത്തോടുകൂടി 44,436 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 124 പോയിന്റിൻ്റെ ലാഭമാണ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തേക്ക് നേടിയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,532 നിന്ന് 15 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 19,518 ഇന്ന് ആരംഭിച്ചത്. 19,636 ഡേ ഹൈയും 19,493 ഡേ ലോയും വന്നത് വഴി 143 പോയിന്റിൻ്റെ അഥവാ 0.73% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,518 നിന്നും 87 പോയിന്റിന് ഇൻട്രാഡേ ലാഭത്തോടു കൂടി 19,606 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തേക്ക് മാർക്കറ്റ് 73 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച് 50,262 നിന്നും 7 പോയിന്റ് ഗ്യാപ്പോട് കൂടി 50,269 ഇന്ന് ആരംഭിച്ചത്. 50,503 ഡേ ഹൈയും 50,193 ഡേ ലോയും വന്നത് വഴി 310 പോയിന്റിൻ്റെ അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച് 50,269 നിന്ന് 172 പോയിന്റിൻ്റെ ലാഭത്തോടു കൂടി 50,442 ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 179 പോയിന്റ് മുകളിലായിട്ടാണ് ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ REC ലിമിറ്റഡ്, PFC, HDFC, AMC ഈ 3 സ്റ്റോക്കുകൾ 2% കൂടുതൽ ഇൻട്രാഡേ ലാഭം ഉണ്ടാക്കിയ സമയത്ത് വേദാന്ത ലിമിറ്റഡ് 4.71% നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,779 കോടിയുടെ ബൈങ്ങും 7,704 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,085 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,937 കോടിയുടെ ബൈങ്ങും 6,376 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി
439 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1646 കോടി രൂപയുടെ നിക്ഷേപം മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതേസമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഒരു കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് പോയത്. ഇനി നമുക്ക് ഇന്ന് 30-ാം തീയതിയാണ്. ഓരോ 15 ദിവസത്തിലും നമ്മൾ ആ മാസത്തെ പെർഫോമൻസ് നോക്കാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഈ ഒരു മാസത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. മെയ് 2023 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,71,921 കോടിയുടെ ബൈങ്ങും 1,47,471 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 24,450 കോടിയുടെ നെറ്റ് ബൈങ് അല്ലെങ്കിൽ അത്രയും 24,450 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,23,398 കോടിയുടെ ബൈങ്ങും 1,24,576 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 778 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. അതായത് മാർക്കറ്റിൽ നിന്നും 778 രൂപ ലാഭമെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 23,672 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നു മുതൽ ഇവിടെ ഒരു പുതിയ സെഗ്മെൻറ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. അതായത് പുട്ട് കോൾ റേഷ്യോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ പുട്ട് കോൾ റേഷ്യോ കണ്ടെത്താൻ എളുപ്പമാണെങ്കിലും മറ്റുള്ള സെക്ടറൽ ഇൻഡെക്സുകളുടെ പുട്ട് കോൾ റേഷ്യോ ഡാറ്റ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിവിടെ 2 ഇൻഡെക്സുകളുടെ അതായത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പുട്ട് കോൾ റേഷ്യോ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ പ്രൈസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്നലത്തേത് 1.33% ആയിരുന്നു. അത് ഒരു പോയിന്റ് 0.01 കുറഞ്ഞിട്ട് 1.32 ആയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ഇനി ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് 18,633 റേഞ്ചിലാണ്. എന്നാൽ ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത് 18,720 റേഞ്ചിലാണ്. എന്തായാലും ഫ്യൂച്ചർ ഒരു പൊടിക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ പുട്ട് കോൾ റേഷ്യോ 1.1 ആയിരുന്നു. അത് ഇന്നത്തേക്ക് കൂടിയിട്ട് 1.22 ആയിട്ടുണ്ട്. മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് മോഡിൽ തന്നെയാണുള്ളത്. അതേപോലെ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് ഇപ്പോൾ നടക്കുന്നത് 44,436 ഇന്നത്തെ ക്ലോസിങ്. എന്നാൽ ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത് 44,496 ഏകദേശം 60 പോയിന്റ് മുകളിലായിട്ടാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം കാണിക്കുന്നത് എന്നാണ്. നാളെ മെയ് 31 ബുധനാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കാം. ശ്രീ വെങ്കടേഷ് റിഫൈനറീസ് ലിമിറ്റഡ്, BN ഹോൾഡിംഗ്സ്, REX പൈപ്സ് ആൻഡ് കേബിൾസ് ഇൻഡസ്ട്രീസ്, ഉഷ്ദേവ് ഇന്റർനാഷണൽ ലിമിറ്റഡ്, മിപ്കോസ് സീംലെസ് റിങ്സ് ഗുജറാത്ത് ലിമിറ്റഡ്, രാജേന്ദ്ര കാറ്ററേഴ്സ് കോൺഫെക്ഷനേഴ്സ് ലിമിറ്റഡ്. ഇതിലൊന്നും തന്നെ പ്രധാനപ്പെട്ടതായിട്ടൊരു കമ്പനിയും കാണുന്നില്ല. എല്ലാം പെന്നി സ്റ്റോക്കുകളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ബുധനാഴ്ച അതായത് ജൂൺ 6-ാം തീയതി കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ നെൽക്കോ ലിമിറ്റഡ് അവരുടെ ഫൈനൽ ഡിവിഡൻ്റ് ആണ്. 2 രൂപ പെർ ഷെയർ ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. പ്രൈം സെക്യൂരിറ്റീസ് ലിമിറ്റഡ് 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഈ 2 കമ്പനികളുടെ ലിസ്റ്റിംഗ് ആണ് കോർപ്പറേറ്റ് ആക്ഷൻസിൽ അടുത്ത ചൊവ്വാഴ്ച വരാനുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഒരാഴ്ച അപ്പുറത്തുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നുള്ള. ആരെങ്കിലും ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ഡിവിഡൻഡോ മറ്റു കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് സ്റ്റോക്ക് വാങ്ങിച്ച് ഡിവിഡൻഡിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ എക്സ് ഡേറ്റിന് മുമ്പായിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ച മുമ്പേ അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് ആക്ഷൻസ് വരുമ്പോൾ മാർക്കറ്റിൽ പ്രൈസ് ഇടിവും അതേപോലെ നല്ല കുതിപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നാളത്തെ കോർപ്പറേറ്റ് ആക്ഷൻസും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ റിസൾട്ട് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റിസൾട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേൾഡ് വൈഡ് നാളെ വരുന്ന മേജർ ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ജപ്പാൻ റീറ്റെയിൽ സെയിൽസ്, ചൈനീസ് കമ്പോസിറ്റ് PMI, ചൈന മാനുഫാക്ചറിംഗ് PMI, ചൈന നോൺ മാനുഫാക്ചറിംഗ് PMI, ജർമ്മൻ അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, ജർമ്മൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ECB ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിവ്യൂ, ഇന്ത്യ RBI മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അതേപോലെ ഇന്ത്യ GDP നാളെയാണ്, ജർമ്മൻ CPI നാളെയാണ്, US ചിക്കാഗോ PMI, US JOLTS ജോബ് ഓപ്പണിങ്സ്, US ബേസ് ബുക്ക്, US വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്. ഇത്രയും ഈവൻറ്റ്സ് ആണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട്. അതിൽ 1-2 ഇന്ത്യൻ ഈവൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് അതിനെ ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും.
ഇനി സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി PSU ബാങ്ക്, ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിൽ അല്ലെങ്കിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് യെസ്റ്റർഡേ ലോയുടെ മുകളിലായിട്ട് ഓപ്പൺ ആയി, അതായത് നോട്ട് ട്രേഡ് സോണിൽ ഓപ്പൺ ആയി. പിന്നീട് അവിടെ നിന്ന് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്ത് R1 പോയി തിരിച്ച് നോട്ട് ട്രേഡ് സോണിലോട്ട് തന്നെ തിരിച്ചു ഇറങ്ങി വന്നു. യെസ്റ്റർഡേ ഹൈയുടെയും നോട്ട് ട്രേഡ് സോണിൻ്റെയും ഇടയിലായിട്ട് ഒരു കൺസോൾട്ടേഷൻ മാത്രമാണ് ഇന്ന് നടന്നത്. 60 പോയിൻറ്റിൻ്റെയൊക്കെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡേഴ്സിന് വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്ന് ഓപ്പൺ ആയത് കണ്ടില്ലേ, യെസ്റ്റർഡേ ലോയുടെ മുകളിലും നോട്ട് ട്രേഡ് സോണിൻ്റെ താഴെയായിട്ട് ഓപ്പൺ ആയി. അവിടെ നിന്ന് നോട്ട് ട്രേഡ് സോൺ കട്ട് ചെയ്ത് അവിടെ അപ്പ് ഡൗൺ പോയിട്ട് R1 ടച്ച് ചെയ്തു. അവിടെ നിന്ന് യെസ്റ്റർഡേ ഹൈയിൽ പോയിട്ട് അവിടെ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയും മറിച്ചല്ല, അതും വളരെ റേഞ്ച് ബൗണ്ടായ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് ഏകദേശം ഒരു യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം മാത്രമാണ് ചെറിയൊരു ചലനം മാർക്കറ്റിൽ ഉണ്ടായത്. സെൻസെക്സ് ആണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ്. സെൻസെക്സിലാണെങ്കിൽ യെസ്റ്റർഡേ ഹൈയിൽ പോയിട്ട് അത് ക്ലോസ് ആയി. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അതാണ് ബാങ്ക് എക്സ് ഉണ്ടല്ലേ, യെസ്റ്റർഡേ നോട്ട് ട്രേഡ് സോണിൽ ഓപ്പൺ ആയി R1 വരെ പോയി തിരിച്ചു വന്നു. പിന്നെ ഇന്ന് ബാങ്ക് എക്സിൽ മാത്രമാണ് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. ഇതുണ്ടല്ലേ R2 വരെ, അല്ലെങ്കിൽ യെസ്റ്റർഡേ ഹൈ വന്നിരിക്കുന്നത് R2ൻ്റെ മുകളിലാണ്, അവിടെ വരെ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. ഇനി ഓവറോൾ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ കവർ ഫോട്ടോ ഇട്ടത് നിഫ്റ്റി ഇനി താഴോട്ട് എന്ന രീതിയിൽ ഒരു കവർ ഫോട്ടോയാണ് ഇട്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ അനാവശ്യ സംസാരങ്ങൾ അതിൻ്റെ മുകളിൽ കേട്ടിട്ടുണ്ട്. കമൻ്റായിട്ട് വരുന്നത് മോശം കമൻറ്റുകൾ, സഭ്യമല്ലാത്ത വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ മോശമായ രീതിയിൽ ആൾക്കാർ അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വീഡിയോ കണ്ടവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പരാതിയൊന്നും ഉണ്ടാവില്ല. വീഡിയോയിൽ ഞാൻ പ്ലാൻ A പ്ലാൻ B എന്ന രീതിയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ കാണാതെ കവർ ഫോട്ടോ മാത്രം നോക്കിയിട്ട് കമൻ്റ് എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കാര്യം അറിയാതെ കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് അവർ. അപ്പോൾ എന്തായാലും അവർ പറയുന്നത് മോശമായ കമൻറ്റ്, ക്രിറ്റിസൈസ് ഞാൻ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യണം. കാരണം ഇതൊരു പൊതുവേദിയാണ്. ഒരുപാട് പേര്, കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന മൈനറായിട്ടുള്ള ആൾക്കാർ പോലും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളത് അവരെ കൂടി മാനിച്ചുകൊണ്ട് മോശമായ വാക്കുകൾ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ആരെങ്കിലും അങ്ങനെ വായിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ റിയലി സോറി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ പ്ലാൻ B ആയിട്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് വന്നത്. പ്ലാൻ Aയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ നിന്ന് നേരെ വന്നിട്ട് യെസ്റ്റർഡേ ഹൈ അവിടെ ടച്ച് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് എൻഗൾഫിംഗ് രീതിയിൽ, അല്ലെങ്കിൽ യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്ന രീതിയിൽ ഒരു ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ഒരു എൻഗൾഫിംഗ് സംഭവം എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ ഇത് ഒരു സുഖകരമല്ലാത്ത ഒരു ന്യൂട്രൽ മോഡിലുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. എന്തായാലും നാളത്തെക്കുറിച്ച് ഞാൻ കൃത്യമായ ഒരു അനലൈസ് ഒന്നും തന്നെ, ഒരു പ്രഡിക്ഷനോ ഒന്നും തന്നെ ഇപ്പോൾ പറയുന്നില്ല. എങ്കിലും ഒത്തിരി പേര് ചോദിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഏതാണത് 18,566 താഴെ പോവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തിരിച്ചു വരും എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ശരിക്കും ഇന്നലെ ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ഇന്ന് അതിന് എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ബുള്ളിഷ് മോഡിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റിയും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി വരും, പുൾ ബാക്ക് എടുത്ത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിഫ്റ്റിയിൽ അതിൻ്റെ ടാർഗറ്റ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടിയാണ്, നാളെ ഒരു ദിവസമാണ് നമുക്കുള്ളത്. അപ്പോഴത്തേനും ഈ ഒരു ടാർഗറ്റ് അത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയൊക്കെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു എൻഗൾഫിംഗ്, ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഈ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത് എത്രത്തോളം മുകളിലോട്ട് എന്തായാലും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും
ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അത് ഇറങ്ങി വരും. ഒന്നുകിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വരും, അല്ലെങ്കിൽ അതിന് മുൻപേ വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഓൾ ടൈം ഹൈ വരുന്നത് കുറച്ച് ഹൈ ലെവലിലായിരിക്കും, കുറച്ചുകൂടെ ഉയർന്ന ഒരു ലെവലിലായിരിക്കും ഒരു ഓൾ ടൈം ഹൈ വരാൻ സാധ്യതയുള്ളത്. എന്തായാലും നമുക്ക് നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് ഞാനൊന്നും ഒരു തീരുമാനം ഇല്ലാതെ ന്യൂട്രലായിട്ട് അവിടെ വിടുകയാണ്. നമുക്ക് നാളത്തെ മാർക്കറ്റ് നാളെ കണ്ടു തന്നെ അറിയാം. നാളെ ബുധനാഴ്ച മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. എന്തായാലും നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.